ഇപ്പോൾ ഒരു അപകട വാർത്ത വരുന്നു. കായംകുളത്ത് ദേശീയപാതയ്ക്ക് വേണ്ടിയെടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചു എന്നാണ് വാർത്ത. നൂർനാട് സ്വദേശിയായ 23-കാരനായ ആരോമൽ എം ആണ് മരിച്ചത്. പ്രദേശത്ത് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നു. അശ്വിൻ പാലാഴി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ദുഃഖിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഈ ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത കുഴിയിൽ വീണാണ് ഇപ്പോൾ ഒരു യുവാവിന്റെ ദാരുണാന്ത്യം സംഭവിച്ചത്. എന്താണ് അവിടെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഏത് ഭാഗത്താണ് ഈ അപകടം? പ്രജിൻ, കായംകുളം KPSCക്ക് സമീപമാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 10 മണിയോടുകൂടി വീട്ടിലേക്ക് പോകും വഴിയാണ് ആരോമൽ എന്ന 23 വയസ്സുകാരൻ ഈ അപകടത്തിൽപ്പെടുന്നത്. KPSC കായംകുളം KPSCക്ക് പ്രധാന റോഡിനോട് ചേർന്നുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിലൂടെ ആരോമൽ ഇരുചക്ര വാഹനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ പോകുന്ന വഴിയാണ് വാഹനം പെട്ടെന്ന് ഒരു അപകട മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ഒരു വലിയ കുഴി അവിടെ ഉണ്ടാകുന്നത്. അവിടെ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപകടത്തിന് ദൃക്സാക്ഷികളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ഒരു വളവാണ്. ആ വളവിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പിലായാണ് പെട്ടെന്ന് ഒരു അപകടം പതിയിരിക്കുന്നതിലുള്ള വലിയൊരു കുഴി ഈ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഡെക്റ്റിന് വേണ്ടി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കേബിളുകളും മറ്റും ഈ ഭൂമിക്കടിയിലൂടെ റോഡിന്റെ മറുവശത്തേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കുഴിയാണ് എന്നുള്ളതാണ് നമുക്കത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുഴിയിലേക്കാണ് ഈ ഇരുചക്ര വാഹനവുമായി ആരോമൽ വീണത്. ഒപ്പം വലിയ കോൺക്രീറ്റ് പാളികൾ അതിനുള്ളിലുണ്ട്. അതിലേക്ക് തലയിടിക്കുകയും ദേഹമടക്കം ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത മഴയിൽ അത് നിറയെ വെള്ളവുമുണ്ട്. അങ്ങനെയാണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് അപകടം കണ്ടെത്തി ആരോമലിനെ ആശുപത്രിയിലേക്ക്, കായംകുളത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോമലിനൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കായംകുളത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതീവ ഗുരുതരമായ പരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആരോമലിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അപകട മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഇത്ര വലിയൊരു കുഴി അവിടെ വെച്ചിരിക്കുന്നതിൽ നാട്ടുകാർ വലിയ പരാതിയാണ് ഉയർത്തുന്നത്. ഇപ്പോൾ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുമുണ്ട്. പ്രജി, അശ്വിൻ, നമുക്കറിയുന്നത് പോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപാകതകൾ അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണെടുക്കുന്നു അനധികൃതമായി. അത്തരം പരാതികൾ ഈ നിർമ്മാണ കമ്പനികൾക്കെതിരെ വ്യാപകമായി വരുന്നുണ്ട് പലയിടങ്ങളിലായി. പക്ഷേ ഇതിപ്പോൾ കൃത്യമായ ഒരു അനാസ്ഥ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇങ്ങനെയൊരു നിർമ്മാണം നടക്കുമ്പോൾ അവിടെ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങൾ, അവിടെ ഉറപ്പാക്കേണ്ട ക്രമീകരണങ്ങൾ, സുരക്ഷാ ബോർഡുകൾ, അതോടൊപ്പം തന്നെ സുരക്ഷാ വേലികൾ, ഇതൊന്നും അവിടെ ഉണ്ടായില്ല എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സംവിധാനവും, അതായത് ഇത്ര വലിയൊരു കുഴി മുന്നിലുണ്ട് എന്ന് ആളുകളെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനവും ആ പ്രദേശത്ത് ഇല്ല. ആകെ വെച്ചിരിക്കുന്നത് ഒരു വീപ്പ മാത്രമാണ്. ആ വീപ്പയിൽ ഒരു ഇൻഡു മാർക്ക് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് കുഴിയിൽ നിന്നും അല്പം മാറിയാണ്, കുഴിയുടെ സമീപത്ത് അല്പം മാറിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും മുന്നിൽ ഇത്ര വലിയൊരു ഗർത്തം അല്ലെങ്കിൽ വലിയൊരു കുഴി ഉള്ളതായി അതുവഴി വരുന്ന ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ച് ഈ വഴി കടന്നു പോകുന്ന പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ അത് തീരെ ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് റോഡിന്റെ മറുവശത്തേക്ക് പോകാനുള്ള വഴിയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ വഴി കടന്നു പോകുന്നത് കൂടുതലായി കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ഡെക്കിന് വേണ്ടി എടുത്തിരിക്കുന്ന കുഴി അത് വെള്ളം നിറഞ്ഞ് കിടക്കുന്നു. സ്വാഭാവികമായും ഒറ്റക്കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നിക്കും വിധമാണ് ആ പ്രദേശമുള്ളത്. എന്തായാലും ഒരു ദേശീയപാതയ്ക്ക് വേണ്ടി ഇത്ര വലിയ ഒരു നിർമ്മാണം നടക്കുമ്പോൾ ഒരു അപകട സാധ്യത കൂടി ഉള്ള പശ്ചാത്തലത്തിൽ അവിടെ കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. മാത്രമല്ല അശ്വിൻ, എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണാം, അവിടെ കാര്യമായ വെളിച്ചം പോലും ഇല്ല എന്ന് തോന്നുന്നു. അത് രാത്രിയിലൊക്കെ യാത്ര ചെയ്ത സമയത്ത്, ഇങ്ങനെ ദൂരക്കാഴ്ചയൊക്കെ കുറയുന്ന സമയത്ത് കൃത്യമായ വെളിച്ചം പോലും ഇല്ലെങ്കിൽ ഈ അപകടം അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഒരു ചെറിയ കുഞ്ഞു വീപ്പ മാത്രം അത് കാണാം, നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീപ്പ മാത്രമാണ് അവിടെ റോഡിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും മതിയാകില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും കൃത്യമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുവഴി മറ്റ് വാഹനങ്ങളൊക്കെ പോകുമായി എന്നൊരു റോഡാണോ ഇത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന സർവീസ് റോഡാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വഴികളിലേക്ക്, അപ്പുറത്തെ ഈ റോഡിന്റെ മറുവശത്തേക്കൊക്കെ പോകാൻ വേണ്ടി മുകളിൽ, അതായത് ഈ ദേശീയപാത നിർമ്മാണം പ്രധാനമായി നടക്കുന്നത് കൊണ്ട് മറ്റു വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു റോഡാണ്. സർവീസ് റോഡിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. പക്ഷേ അതുവഴി ആളുകൾ സ്വാഭാവികമായും പോകുന്ന വഴി കൂടിയാണ്. അവിടെ ഇത്രത്തോളം വലിയ ഒരു അണ്ടർഗ്രൗണ്ട് ഡെക്റ്റിന് വേണ്ടിയുള്ള നിർമ്മാണം നടന്നിട്ടും അത് ഒരു അപകടത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് പോലും ഒരു മുന്നറിയിപ്പ് അവിടെ വെച്ചില്ല എന്നുള്ളതാണ്. ഒപ്പം പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വെളിച്ച സംവിധാനങ്ങൾ തീരെ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ജനവാസ മേഖല, അതായത് സമീപത്തെ വീടുകളോ മറ്റു ഒന്നുമില്ല.
പ്രത്യേകിച്ച് ഈ അപകടം, അതായത് ഇത്തരത്തിലൊരു വലിയ കുഴിയുണ്ട് എന്നുള്ള ഒരു കാര്യം നിർമ്മാണം നടത്തുന്ന ആളുകൾക്ക് അറിയാമായിരുന്നിട്ട് പോലും അവിടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളിൽ ആ കുഴിയിലേക്ക് ആളുകൾ പോകാതിരിക്കാനുള്ള ഒരു കയറെങ്കിലും കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മൾ അവിടുത്തെ ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും അതൊന്നും നടത്താതെ ഒരു 23 വയസ്സുകാരന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇനിയിപ്പോൾ പോലീസ് ഇതിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരോമലിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് ഈ വാഹനം കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാടി പുറത്തേക്ക് ഇറങ്ങി സ്വയം രക്ഷ നടത്താനുള്ള ഒരു സമയം കിട്ടി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷെ ആരോമൽ വാഹനം ഓടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടി ഇറങ്ങാനോ ഈ മുന്നിൽ പതിയിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി മനസ്സിലാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു മരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം. ഒപ്പം അവിടെ ഈ കുഴിയിലുള്ള ആ ഒരു അണ്ടർഗ്രൗണ്ട് ഡെക്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വെർച്ചിക്കുന്ന ഒരു കോൺക്രീറ്റിന്റെ ഒരു നിർമ്മിതിയുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കേബിളുകളൊക്കെ അതിനുള്ളിലൂടെ റോഡിന്റെ മറുവശത്ത് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് അത്. അത്രത്തോളം ബലത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോൺക്രീറ്റ് പാല് കൂടിയാണ്. അതിലേക്ക് സ്വാഭാവികമായും ഈ വീട് ഈ ആരോമലിന്റെ തലയടക്കം ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ സ്കൂട്ടർ എത്രത്തോളം ആഴത്തിലാണ് കിടക്കുന്നത്. അതായത് സ്കൂട്ടർ പൂർണ്ണമായും മുങ്ങുന്ന തരത്തിൽ അതിൽ ആ കുഴിയിൽ വെള്ളമുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്ന് വീണ ഈ പൂർണ്ണമായും ആരോമൽ വെള്ളത്തിലേക്ക് പോയി എന്നുള്ളത് ആണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അത്രത്തോളം വലിയൊരു അപകടമാണ്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കുഴിയിൽ ഇത്രത്തോളം ആഴത്തിൽ വെള്ളം, ഒരു 6 അടിയോളം ആഴത്തിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത്. ശരി, എന്തായാലും ഇതിൽ വലിയ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉറപ്പാണ് അശ്വിൻ. കാരണം വലിയ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടക്കം ഇത്തരത്തിൽ കൂരിയാടൊക്കെ വന്ന് സന്ദർശിച്ച സമയത്ത് കൃത്യമായ കാര്യം പറഞ്ഞതാണ് ഈ ക്വാളിറ്റി അഷുറൻസ് അത് ഉറപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഗുണമേന്മ ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അത്തരത്തിൽ യാതൊരു കമ്മിറ്റിയും അവിടെയില്ല. എങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിലും വീഴ്ച ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവം. ഒരു യുവാവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആരാണോ ഈ വീഴ്ച വരുത്തിയവർ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറഞ്ഞു വരുന്നത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്.